നമസ്കാരം. ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ബാത്തൂസ് മംഗൾവാർ की 8ാം ക്ലാസ് ഹിന്ദിയിലെ പാഠഭാഗമാണ്. ഒരു ചൊവ്വാഴ്ച ഇതൊരു ഡയറിയാണ്. ഡോക്ടർ രമണി അഡ്കുരി എഴുതിയ ഒരു ഡയറിയാണ്. അത് നിരക്ഷരരും നിസ്സഹായരുമായിട്ടുള്ള ആദിവാസികളുടെ ജീവിതം എന്ന് പറയുന്നത് ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ നിറഞ്ഞതാണ്. അപ്പോൾ ഈ കാടിനുള്ളിൽ ചെന്നിട്ട് ആദിവാസികൾക്ക് വേണ്ടിയിട്ട് ക്ലിനിക്ക് നടത്തുകയും അവരെ ബോധവൽക്കരിക്കുകയൊക്കെ ചെയ്യുന്ന രമണി അഡ്കുരി എന്ന് പറയുന്ന ഒരു ഡോക്ടറിൻ്റെ ഡയറിയാണ് നമുക്ക് പഠിക്കാനുള്ള ഈ ഭാഗം. നമുക്ക് നേരെ പാഠഭാഗത്തിലേക്കും കടക്കാം. ആജ് മംഗൾവാർ ഹേ, ഇന്ന് ചൊവ്വാഴ്ചയാണ്. അവർ മേം അചാൻകമാർ അഭയാരണ്യ ഛത്തീസ്ഗഡ് മേം ബസേ ബാഹ്മനി ഗാവ് മേ ഹൂം. ഞാൻ അജാൻകമാർ അഭയാരണ്യം, അതായത് ഛത്തീസ്ഗഡിലുള്ള ബാഹ്മനി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ്, അഭയാരണ്യത്തിലുള്ള ഒരു ഗ്രാമത്തിലാണ്. अपने 5 साथियों के साथ यहाँ पहुँची हूँ. ഞാൻ എൻ്റെ 5 കൂട്ടുകാരോടൊപ്പം അല്ലെങ്കിൽ സഹപ്രവർത്തകരോടൊപ്പം 65 കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ടാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. പഹൂഞ്ചി ഹൂം, എത്തിച്ചേർന്നിരിക്കുന്നത്. യഹാം ഹം ഹഫ്തേമേ ഏക് ദിൻ ക്ലിനിക് ചലാത്തേ ഹേ. ഞങ്ങളിവിടെ ആഴ്ചയിലൊരിക്കൽ, ഹഫ്തേമേ എന്ന് പറഞ്ഞാൽ ആഴ്ചയിലൊരിക്കൽ ഒരു ക്ലിനിക്ക് നടത്തുന്നുണ്ട്. ഡോക്ടർമാരാണ്. അപ്പോൾ അവരൊരു ക്ലിനിക്ക് അവിടെ നടത്തുന്നുണ്ട്. ഈ അഭയാരണ്യം എന്ന് പറയുന്ന ആ ഒരു ഗ്രാമത്തിൽ നടത്തുന്നുണ്ട്. अचानकमार के सुंदर घने जंगलों से गुजारते हुए कई चरण नाले पर करके हम यहाँ पहुँचे हैं. ഇവിടെ ഈ അജാൻകമാറിലെ ഭംഗിയുള്ളതും നിബിഡവുമായ കാടുകളിലൂടെ നടന്ന്, ഖനെ ജംഗൽ എന്ന് പറഞ്ഞാൽ നിബിഡമായിട്ടുള്ള വലിയ കാടാണ്. കാടിലൂടെ ഗുസാർത്തെ എന്ന് പറഞ്ഞാൽ നടന്ന്, കൈ ചർണേ നാലേപ്പർ, അരുവികളും തോടുകളും ഒക്കെ കടന്നാണ് ഹം യഹാം പഹൂഞ്ചെ ഹെ, ഞങ്ങളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ബർസാത് കാ മൗസം, മഴക്കാലമാണ്. മനിയാരി നദിയമേം പൂരി പാനി ഔർ നദി പർ പുൽ നഹി. ഈ മണിയാരി എന്ന് പറയുന്ന നദിയാണ്, അതിൽ നിറയെ വെള്ളമുണ്ട്. അതുപോലെ നദിയിൽ പാലമില്ല. പുൽ എന്ന് പറഞ്ഞാൽ പാലമാണ്, പാലവുമില്ല. ഹംനെ ജീപ്പ് കോ ഇസ് പാർ ഖടാ കിയ, അതിൻ്റെ നദിയുടെ മുമ്പിൽ നിർത്തി. നദിയുടെ അവിടം വരെ പോകത്തുള്ളൂ. അപ്പോൾ ഇക്കര കരയിൽ ജീപ്പ് നിർത്തി. അപ്പനെ രജിസ്റ്റർ ഉപകരൺ വഗേര സർ കെ ഊപ്പർ ഉഠായെ അവർ നദി പാർക്കി. അപ്പോൾ എന്ത് ചെയ്തു, ഞങ്ങളുടെ രജിസ്റ്ററും ഉപകരണങ്ങളും, വജേരഹം എന്ന് പറഞ്ഞാൽ എക്സെട്ര, ഇതെല്ലാം തലയിൽ ചുമന്നുകൊണ്ട് നദി കടന്നു. എല്ലാം കൂടെ, വേറെ വണ്ടി പോകത്തില്ല. നദിയിൽ നിറച്ച് വെള്ളമാണ്, പാലമില്ല. അതുകൊണ്ട് ജീപ്പ് അവിടെ നിർത്തിയിട്ട് എല്ലാം തലച്ചുമടായിട്ട് നേരെ നദി കടന്നു. കമർ തക് പാനി, ഏതാണ്ട് അരയ്ക്കൊപ്പം വെള്ളമുണ്ട്. ബർസാത്തോ മേം ജബ് നദി നാലെ ഉഫാൻ പർ ഹോത്തേ ഹേ. ഈ നദിയും തോടുമെല്ലാം നിറഞ്ഞിരിക്കുകയാണ്. ഉഫാൻ എന്ന് പറഞ്ഞാൽ നിറയുക. അപ്പോൾ ഇതെല്ലാം നിറഞ്ഞിരിക്കുകയാണ്. തോ കൈ ഗാവ് ഏക് ദൂസരെ സെ ഖട്ട് ജാത്തേ ഹേ. ഈ ഗ്രാമങ്ങളെല്ലാം ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. ഒന്ന് വേറൊന്നിൽ നിന്ന് വേർതിരിഞ്ഞ് കിടക്കുകയാണ്. ഖട്ട് ജാന എന്ന് പറഞ്ഞാൽ വേർതിരിഞ്ഞ് കിടക്കുകയാണ്. നദി പാർ കർക്കെ ബാദ് 3 കിലോമീറ്റർ അവർ ചലാനാപ്പടെ. നദി കടന്നിട്ട് 3 കിലോമീറ്ററും കൂടെ പോകാനുണ്ട്, നടക്കാനുണ്ട്. ജബ് തക് ഹം ക്ലിനിക് പഹൂഞ്ചേ, അങ്ങനെ ഞങ്ങൾ ക്ലിനിക്കിൽ എത്തിച്ചേർന്നപ്പോൾ പസീനെ ഹോകെ, വിയർത്ത് കുളിച്ചു പോയി. അപ്പോൾ അത്രയും നടന്നാണ് അവരവിടെ എത്തിയത്. അവിടെ ചെന്നപ്പോഴേക്കും വിയർപ്പിൽ കുളിച്ചു. 11:30 ബജെ ജബ് ഹം ക്ലിനിക് പഹൂഞ്ചേ തോ അച്ഛി ഖാസി ഫീഡ് ഹമാര ഇന്തസാർ കർ രഹി ഥി. അപ്പോൾ അവിടെ ഏതാണ്ടൊരു 11:30 ആയപ്പോഴേക്കും 11:30 ബജെ 11:30 ആയപ്പോഴേക്കും ജബ് ഹം ക്ലിനിക് പഹൂഞ്ചേത്തോ, ഞങ്ങൾ ക്ലിനിക്കിൽ എത്തിച്ചേർന്നപ്പോൾ അച്ചി ഖാസി, അതായത് സാമാന്യം നല്ല ഒരു ഫീഡ് എന്ന് പറഞ്ഞ ആൾക്കൂട്ടം, ഹമാര ഇന്ദസാർ, ഞങ്ങളെ പ്രതീക്ഷിച്ച് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. യഹാം കൈ ഗാവോം സേ ലോഗ് ആത്തേ ഹേ. അവിടെ പല ഗ്രാമത്തിൽ നിന്നുള്ള ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അഭയാരണ്യക്ക് അന്തർ അവർ ബാഹർ ദോനോ ജഹസേ, അഭയാരണ്യത്തിനകത്തും പുറത്തുമുള്ള ഒരുപാട് ഗ്രാമങ്ങളിൽ നിന്ന് ആളുകൾ പലതും ഈ ക്ലിനിക്കിലേക്ക് അന്വേഷിച്ച് എത്തിയിട്ടുണ്ട്. 5 ബജെ തക് തേസ് ബാരിഷ് ശുരു ഹോ ഗയി. അപ്പോൾ ഏതാണ്ട് 5 മണിയായപ്പോഴേക്കും വീണ്ടും മഴ വളരെയധികം ശക്തമായ മഴ. തേസ് ബാരിഷ് എന്ന് പറഞ്ഞാൽ ശക്തമായ മഴയാണ്. ശുരു ഹോന എന്ന് പറഞ്ഞാൽ തുടങ്ങുക. അപ്പോൾ ശക്തമായിട്ടുള്ള മഴ തുടങ്ങി 5 മണിയായപ്പോഴേക്കും. അവർ അഭിവി കുച്ച് മരീസ് ദേഖ്നെ ബാക്കി. അപ്പോഴും കുറച്ച് മരീസ് എന്ന് പറഞ്ഞ കുറച്ച് രോഗികളും കൂടെ നോക്കാൻ ബാക്കിയുണ്ടായിരുന്നു. ആജ് ഹംനെ 70 മരീസ് ദേഖിയെ, ഞങ്ങൾ 70 പേരെ നോക്കി.
70 രോഗികളെ നോക്കി. അബ് തക് അന്ധേര ബഹുത്ത് ഗഹര ഗയാ ഹെ, അപ്പോഴേക്കും ഇരുട്ട് പരന്നു കഴിഞ്ഞിരുന്നു. അവർ ബാരിഷ് കി മൂസൽധാർ ഹെ, അതായത് മഴ അപ്പോഴും വളരെയധികം കനത്ത മഴയായിരുന്നു പെയ്തുകൊണ്ടിരുന്നത്. ഹം അപ്നി മുസൽധാർ എന്ന് പറഞ്ഞാൽ കനക്ക് കേട്ടോ, മഴ കനക്കുകയായിരുന്നു. ഹം അപ്നി ജീപ്പ് തക് തോ നഹീം പഹൂഞ്ച് പായക, ഞങ്ങളുടെ ജീപ്പിനടുത്തേക്ക് പോലും എത്താൻ കഴിഞ്ഞില്ല. രാത് യഹീം രുക്ന പടേക, രാത്രി അവിടെ തങ്ങാമെന്ന് തീരുമാനിച്ചു. തങ്ങിയാലേ കഴിയൂ, കാരണം അവിടെ കിടക്കേണ്ടി വരും. ജീപ്പിനടുത്തേക്ക് എത്താൻ പറ്റുന്നില്ല, ഭയങ്കരമായിട്ടുള്ള മഴയാണ്. രുക്ന എന്ന് പറഞ്ഞാൽ തങ്ങുക. ഹം ചൂൽഹെ കെ പാസ് ബൈഠ് കർ, ഞങ്ങൾ ചൂൽഹ എന്ന് പറഞ്ഞ അടുപ്പാണ്, അടുപ്പിനടുത്ത് ഇരുന്ന് ഗർമ ദാൽ ചാവൽ ഔർ സാക്ക ഭോജൻ കർത്തേക്ക്, ഞങ്ങൾ അടുപ്പിനടുത്ത് ഇരുന്നിട്ട് ദാൽ എന്ന് പറഞ്ഞാൽ ചാവലും ദാലും ഈ പരിപ്പും അരിയും ഒക്കെ കൊണ്ടുള്ള വെജിറ്റബിൾസും, സാഗ് എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾസാണ്, വെജിറ്റബിൾസും ഒക്കെ കൊണ്ടുള്ള ആഹാരം അവിടെ ഉണ്ടാക്കി കഴിക്കുന്നു. ഗർമഭോജൻ, ചൂടുള്ള ആഹാരം, കിത്ന സ്വാദിഷ്ട ലഗ് രഹാ ഹെ, എന്തുമാത്രം സ്വാദിഷ്ടമാണ്. ദിൻ ഫർ കി മെഹനത്ത് ഔർ ബർസാത്ത് കി ഹൽക്കി ठंडक में तो यह और भी स्वादिष्ट हो गया है, അതായത് ചൂടുള്ള ആഹാരം സ്വാദിഷ്ടമായിരുന്നു. പകൽ മുഴുവനുമുള്ള അധ്വാനം, ദിൻ ഫർ കി മെഹനത്ത്, പകൽ മുഴുവനുമുള്ള അധ്വാനം, അവർ ബർസാത്ത് കി ഹൽക്കി, അതുകൂടാതെ മഴയുടെ ആ ഒരു തണുപ്പ്, നേരിയ തണുപ്പ്, ഹൽക്കി ठंडक എന്ന് പറഞ്ഞാൽ ചെറിയ തണുപ്പ്, എന്തോ യഹ ഫി, അത് കൂടുതൽ സ്വാദുള്ളതായിട്ട് തോന്നി, കൂടുതൽ സ്വാദിഷ്ടമായിട്ട് തോന്നി. മേരെ കാം കാ ഏക് ബഡാ ഹിസ്സ, എൻ്റെ ജോലിയുടെ വലിയൊരു ഹിസ്സ എന്ന് പറഞ്ഞാൽ ഭാഗം, ഇൻ ബേചാരോം കി സ്ഥിതിയോം കെ സമജ്ന ഹെ, ഈ ഒരു എൻ്റെ ജോലിയുടെ അധിക ഭൂരിഭാഗവും ഈ പാവങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. കൈ മരീസോങ്കോ ഇഞ്ചക്ഷൻ പെർ ബഡാ വിശ്വാസ് ഹോത്താ ഹെ, കൂടുതൽ രോഗികൾക്കും ഇഞ്ചക്ഷനിലായിരുന്നു വലിയ വിശ്വാസം. ഇത്തനാ കി അഗർ കേവൽ ഗോലിയോം ദി ജായേ തോ ഉനേ ലഗ്താ ഹി നഹി കി ഉസ്കാ ഇലാസ് ഹോ രഹാത്ത, അതായത് ഇലാസ് എന്ന് പറഞ്ഞാൽ ചികിത്സയാണ്. ഓക്കെ, അപ്പോൾ ഗോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുളികകളാണ്. അപ്പോൾ എല്ലാവർക്കും ഈ കുത്തിവയ്പ്പിലാണ് വലിയ വിശ്വാസം, അല്ലെങ്കിൽ ഇഞ്ചക്ഷനിലാണ് വലിയ വിശ്വാസം. ഗുളികകൾ മാത്രം കൊടുത്താൽ അവരെ ചികിത്സിച്ചു എന്നവർക്ക് തോന്നത്തുപോലില്ല, അവർ ചികിത്സിച്ചില്ല എന്നാണ് അവർ പറയുന്നത്. അവർ രോഗം വന്നു കഴിഞ്ഞാൽ ഇഞ്ചക്ഷൻ കൊടുക്കണം, അതാണ് ആ പാവപ്പെട്ട അറിവില്ലാത്ത ആ ആളുകൾക്ക് ഉള്ള ഒരു വിശ്വാസം. तो उन्हें समझाना पड़ता है कि ज़्यादातर इंजेक्शन महंगे तो होता ही है और गैर ज़रूर फी होते हैं. അപ്പോൾ എന്താണ് പറഞ്ഞത്, ഈ വില കൂടിയതും ആവശ്യമില്ലാത്തതുമാണ് ഈ ഇഞ്ചക്ഷൻ എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കിയത്. ജ്യാദാദാർ ഇഞ്ചക്ഷൻ മഹംഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില കൂടിയെന്നാണ് അർത്ഥം കേട്ടോ. അപ്പോൾ വില കൂടിയതും അത് സരൂരി നഹിഹെ എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്തതുമാണ് ഇഞ്ചക്ഷൻ എന്ന് അവരെ ഓരോരുത്തരെയും പറഞ്ഞ് മനസ്സിലാക്കണം. ഇവർ വരുന്നത് തന്നെ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ അസുഖം എന്ന് കേട്ട് കഴിഞ്ഞാൽ ഉടനെ ഇഞ്ചക്ഷനാണ്. ഇവർക്ക് മരുന്നൊന്നും കൊടുത്താൽ, ഗുളികയൊന്നും കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഏൽക്കില്ല, അവർക്കത് അറിയില്ല. അപ്പോൾ അവരെ ഓരോരുത്തരെയും പറഞ്ഞ് മനസ്സിലാക്കേണ്ടിയിരുന്നു. ആജ് കെ ജമാനെ में कई लोग सोचने की एक डॉक्टर का यह सब काम तो नहीं, ഖനെ ജംഗലോം കെ ബീച്ച് സഫർ കർണ, അതായത് ഇപ്പോഴത്തെ ഈ കാലത്ത് ഈ കൊടുങ്കാട്ടിലൂടെ യാത്ര ചെയ്ത് അവിടെ പോയി ഈ നദി കടന്ന് കാട്ടിൽ പോയി ആളുകളെ ചികിത്സിക്കുക എന്നൊക്കെ പറയുന്നത് ഇന്നത്തെ കാലത്തെ അനേകം പേര് ചിന്തിക്കുന്നൊരു കാര്യമാണ്. ഇന്നങ്ങനെ ഡോക്ടർമാർ എന്ന് പറയുമ്പോൾ അവരിതുപോലെ കാടുകളിൽ കയറി ഇറങ്ങി പാവപ്പെട്ടവരെ ചികിത്സിക്കുക, ഇങ്ങനെയൊന്നും ആരും ചിന്തിക്കില്ല അല്ലേ. ഖനെ ജംഗൽ കെ ബീച്ച് സഫർ കർണ എന്ന് പറഞ്ഞ് യാത്ര ചെയ്യുക. പൈതൽ നദി പാർക്കർ ഗരീബ് ലോകോങ്ക ഇലാസ് കർണ, പൈതൽ എന്ന് പറഞ്ഞാൽ നടന്ന് നദി മറികടന്ന് ഗരീബ് ലോക പാവപ്പെട്ട ആൾക്കാരെ ചികിത്സിക്കുക. എയ്സി ലോകോങ്ക ജോ ഫീ നഹീം ദേ സക്ത, അങ്ങനെയുള്ള ആളുകളുടെ നിന്ന് ഫീസ് പോലും തരാൻ കഴിയാത്ത ആൾക്കാരാണവർ. ബിനാ ലൈറ്റ് പങ്കെ കെ ബീച്ച് ജംഗൽ മേ ഏക് കച്ചി ചോപടി മേ മരീസോങ്കോ ദേഖന, ഒരു ബിനാ ലൈറ്റോ ഫാനോ ഒന്നുമില്ലാതെ ജംഗൽ കെ ബീച്ച് മേ, ഒരു കാടിൻ്റെ നടുക്കിരുന്നിട്ട് കച്ചി ചോമ്പടി, ഒരു ചെറിയ കുടിലിരുന്നു കൊണ്ട്, ചോമ്പടി എന്ന് പറഞ്ഞാൽ കുടിലാണ്, കുടിലിരുന്നു കൊണ്ട് രോഗികളെ നോക്കുക. ജമീൻ പർ സോന, തറയിൽ കിടന്നുറങ്ങുക. ക്യാ ഏക് സബ് ഏക് പഠാലിഹ ഡോക്ടർ കത്തെ, ഇതെല്ലാം നല്ല പഠിപ്പുള്ള, വിവരമുള്ള, അറിവുള്ള ഒരു ഡോക്ടർ ചെയ്യുന്ന കാര്യമാണോ? മുझसे കൈ ലോഗ് പൂछते हैं, എന്നോട് പല ആളുകളും ചോദിച്ചിട്ടുണ്ട്, കി ഷഹർമേ മേരാ ക്ലിനിക് കഹാ ഹേ, പട്ടണത്തിൽ എൻ്റെ ക്ലിനിക്ക് എവിടെയാണ് എന്ന്. മേരാ ജവാബ് ഹോത്താ ഹേ കി, എൻ്റെ മറുപടി, ജവാബ് എന്ന് പറഞ്ഞാൽ മറുപടിയാണ്, എൻ്റെ മറുപടി ഇതായിരുന്നു, മേരാ ക്ലിനിക് ഷഹർ മേ നഹി ഹേ, എൻ്റെ ക്ലിനിക്ക് പട്ടണത്തിലല്ല, യഹീ ജംഗൽ കെ ബീച്ച് സേ
ബീച്ച് യേ സഫി മേരെ ക്ലിനിക്ക്, ഈ കാടിൻ്റെ നടുക്ക് എല്ലാം എൻ്റെ ക്ലിനിക്കാണ്. മുझे ഇസി തരഹ കാ ഡോക്ടർ ബനെ രഹ്ന ഹേ, എനിക്ക് ഇങ്ങനെയുള്ളൊരു ഡോക്ടറായാൽ മതി. യഹി കാം മുझे അച്ഛാ ലഗ്താ ഹേ, ഈ ഒരു ജോലി എനിക്ക് വളരെ ഇഷ്ടമാണ്. അവർ ഇസി കാം കാ മുझे റോസ് ഇന്തസാർ ലഗ്താ ഹേ, ഈ ജോലി തന്നെയാണ് ഞാൻ എന്നും പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡോക്ടറിനെ പറ്റിയാണ് നമുക്ക് ഈ കഥയിലൂടെ, ഈ ഡയറിയിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. ഇത് ഡോക്ടർ രമണി അഡ്കുരിയാണ്. ഇത്രയേ ഉള്ളൂ ഈ പാഠം. മനസ്സിലായല്ലോ?